Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. മിസ്സിന് ചുമയാണോ? Climate changing. ചാപ്റ്റർ ഏത് പേരാന്ന് പറയണേ? Miss monitoring and improving patient satisfaction എന്നുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നമ്മൾ തീർന്നിട്ടില്ല. മിസ് എടുക്കുന്ന ഭാഗം ഇപ്പൊ patient satisfaction surveys benefits for patients and hospital. കണ്ടോ അറിയാം? എടുക്കട്ടെ. Heading patient satisfaction surveys benefit for patient and hospital. കിട്ടിയ ബിൻഷ? ചാപ്റ്റർ കിട്ടി, പക്ഷെ ടൈറ്റിൽ കിട്ടിയില്ല. മിസ്സേ ഞാൻ ചോദിച്ചില്ല, അത് വേറെ ആളാ ചോദിക്കുന്നേ. ബിൻഷല്ല, സോറി മാറിപ്പോയി. റിയ കിട്ടിയ? കിട്ടിയോ റിയ? ചാപ്റ്റർ കിട്ടി, പക്ഷെ അതിന് ടൈറ്റിൽ കിട്ടിയില്ല. പേജ് മറിച്ചേ. ഈ സർവേ കണ്ടോ? സർവേയുടെ ഇത് കിട്ടിയോ ചാപ്റ്ററിലോ? ക്വസ്റ്റിനെയർ കിട്ടിയോ? ബോക്സ് കിട്ടിയോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കിട്ടി. അതിന്റെ നേരെ താഴെയുള്ള ഈ ഹെഡിങ് കിട്ടിയോ? അതില് മിസ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മോറൽ വരെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി. കണ്ടു. ക്ലാസ് തുടങ്ങാം. നോക്കിയോ നിങ്ങൾ എല്ലാവരും? മിസ് എടുത്തോടത്തോളം വരെ നോക്കിയോ? വേറൊരു കാര്യങ്ങളും ചോദിക്കട്ടെ മിസ്. മിസ് ഈ ചാപ്റ്റർ എടുത്തപ്പോ പല തവണ ഞാൻ മിസ് പറഞ്ഞു എന്താണ് നമുക്ക് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുമെന്ന്. ആരെങ്കിലും ചെയ്ത് നോക്കിയോ? അത് അതിനെടുത്ത് നോക്കിയോ? ഇല്ല. ബാക്കിയോ? ഷിഫാന, ബിൻഷ, അന്ന, അഞ്ജു, സൂര്യ. നോക്കിയോ ആരെങ്കിലും? ഇല്ല. ഇനി എല്ലാവരും ഒന്ന് ജസ്റ്റ് എടുത്തു നോക്കാട്ടാ. നിങ്ങൾക്ക് അപ്പൊ ക്ലിയർ ആവും എങ്ങനെയാണ്, എന്തൊക്കെ വിവരങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിന്റെ നമ്മളിപ്പോ ആസ്റ്ററിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് അവിടെ ഏതൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് ലഭ്യമാകുന്നുണ്ട്, അവിടെ പേഷ്യൻസ് എങ്ങനെയാണ് റേറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡോക്ടറിന് തന്നെ ഒരു ഫിസിഷ്യൻ ആണെങ്കിൽ അവിടെ ഏതൊക്കെ ഫിസിഷ്യൻസ് ലഭ്യമായിട്ടുണ്ട്, ആ ഫിസിഷ്യന്റെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും, കാരിയേഴ്സ് ഉണ്ടാവും അല്ലെ, നമുക്ക് ജോബിന്റെ വല്ല വേക്കൻസി ഉണ്ടോ, എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് എടുത്ത് നോക്കാട്ടാ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്ത് അങ്ങനെ ചെയ്ത് നോക്കുന്നതിലൂടെ. മിസ് ഇങ്ങനെ വായ്മൊഴിയായിട്ട് പറഞ്ഞു തരുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും ട്ടോ. അതിൽ പേഷ്യന്റ് സർവേയിൽ എത്ര റേറ്റിംഗ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട് അതില്. ഓക്കെ, നെക്സ്റ്റ് ഹയർ പ്രൊഡക്ടിവിറ്റി.
ഹയർ പ്രൊഡക്ടിവിറ്റി അല്ലെ. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഉൽപാദനക്ഷമത. ഹോസ്പിറ്റൽ ഉൽപാദനക്ഷമത എന്താണ്? സ്റ്റാഫുകളുടെ ഉൽപാദനക്ഷമത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സർവീസ് അല്ലെ, അവരുടെ വർക്കുകൾ അല്ലെ, അവരെ കൂടുതൽ ബെറ്റർ ആയിട്ട് അവര് പെർഫോം ചെയ്യുന്നു അല്ലെ. നോക്കിയേ, ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് can also increase staff and provider productivity in the organization. എന്താണ്? ഒരു രോഗിയുടെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ബെറ്റർ ആക്കുന്നതിന്, മികച്ചതാക്കുന്നതിന് എന്തിനൊക്കെ ചെയ്യാൻ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ, പരിശീലനങ്ങൾ കൊടുക്കുക. കൂടാതെ എന്താണ്? സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുക അല്ലെ, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിക്ഷേപിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും പിന്നെന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും ഉൽപാദനക്ഷമത, അവരുടെ വർക്ക് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് പേഷ്യന്റ് സർവേ എടുക്കാനായിട്ട് അല്ലെ, അതെന്താണ്? ലിങ്ക് വഴി അല്ലെ, ആപ്പ് വഴിയൊക്കെ ചെയ്യാൻ സാധിക്കുന്നില്ല. അതെന്താണ്? സോഫ്റ്റ്വെയർസ് ആണോ? അപ്പോയിന്റ്മെന്റ്സ് എടുക്കുക അല്ലെ, പേഷ്യൻസിനെ അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് തന്നെ എടുക്കുക, ഷെഡ്യൂൾ ചെയ്യുക അല്ലെ. പിന്നെന്താണ്? LIS, RIS നമ്മൾ പഠിച്ചോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ. അപ്പൊ അതെന്താണ്? അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? Next, if hospital executes a clear online appointment scheduling and patients messaging, staff may spend as much as 50 less time on patients with phone with patients. എന്താണ്? നമ്മ ഹോസ്പിറ്റലിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട്, പേഷ്യൻസിനുള്ള മെസ്സേജുകളൊക്കെ അയക്കാനായിട്ട് ഓൺലൈൻ എടുക്കുകയാണെങ്കിലാണോ, സെക്യൂർഡ് ആയിട്ടുള്ള ഓൺലൈൻ ഉപയോഗിക്കുകയാണെങ്കിലോ പേഷ്യൻസിന് സ്റ്റാഫുകൾക്ക് 50% കുറവ് മതി അല്ലെ, അവർ വർക്ക് ചെയ്യുന്ന സമയം അല്ലെ. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? രാവിലെ മുതൽ ഡോക്ടർ ഇരിക്കുന്നവരെയും അല്ലെങ്കിൽ വൈകുന്നേരം വരെ അവർക്ക് ഫോണിൽ കോള് വന്നുകൊണ്ടിരിക്കും അല്ലെ. ഹോസ്പിറ്റലില് ഇന്ന ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് വേണം അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ, ടൈം വേസ്റ്റ് ആണ്, ഏതൊക്കെ ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ്? അവർക്ക് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇങ്ങനെ നമ്മ ഓൺലൈൻ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിലേക്ക്. പിന്നെ എന്താണ്? പേഷ്യൻസ് മെസ്സേജ് അയക്കുന്നത്, മിസ് പറഞ്ഞില്ലേ, മറ്റേ റിമൈൻഡേഴ്സ് വഴി നമുക്ക് ഫോളോ അപ്പുകൾ ഓർമ്മപ്പെടുത്താം അല്ലെ. ടെസ്റ്റുകൾക്കുള്ള സമയമായിട്ടുണ്ട് അല്ലെ, ചെക്കപ്പുകൾക്കുള്ള സമയമായിട്ടുണ്ട് എന്നാണ് അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ പേഷ്യൻസിനെ, ആ കറക്റ്റ് ടൈം പീരീഡ് എല്ലാം. ആണോ? മെസ്സേജ് ത്രൂ ഒക്കെ. അപ്പൊ അതിനു വേണ്ടി പിന്നെ അഡീഷണൽ ആയിട്ട് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ വിളിക്കണോ പേഷ്യന്റിന്? ചെക്കപ്പിന് സമയമായിട്ടുണ്ട്, ഫോളോ അപ്പിന് സമയമായിട്ടുണ്ട്, ടെസ്റ്റിന് സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് സ്റ്റാഫുകൾ വിളിക്കണോ? ഓൾറെഡി അവർക്ക് ഇൻഫോർമേഷൻസ് വന്നു അല്ലെ, റിമൈൻഡർ വഴി അവർക്ക് ഇൻഫോർമേഷൻ ലഭിച്ചു. അപ്പൊ എന്താണ്? ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഇങ്ങനെ പാഴാക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. Will allows us run to cleaner office. പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? Patients consequently staff can perform extra task. അപ്പൊ അതുകൊണ്ട് തൽഫലമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്റ്റാഫുകൾക്ക് അവർക്ക് ബാക്കി വരുന്ന ആ സമയം അവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. അവര് ഡ്യൂട്ടി അവേഴ്സിൽ അവർക്ക് ഒരു 6 മണിക്കൂർ, ഒരു 4 മണിക്കൂർ അവർക്ക് പേഷ്യൻസുമായി ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി അവർക്ക് 8 മണിക്കൂറിൽ ഒരു 4 മണിക്കൂർ അവിടെ വെറുതെ ഇട്ടാണ് അല്ലെ. ബാക്കി ഇട്ടല്ലേ? ആണോ? ഒരു 8 മണിക്കൂറാണ് ഒരു സ്റ്റാഫിന്റെ വർക്കിംഗ് അവേഴ്സ് എങ്കിൽ എന്താണ് 4 മണിക്കൂർ അവരെന്താണ് പേഷ്യൻസുമായി ചെലവഴിക്കുന്നു. ബാക്കി 4 മണിക്കൂർ അവർക്ക് അവിടെ ഫ്രീ ആണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് എക്സ്ട്രാ ടാസ്കുകൾ, മറ്റു ടാസ്കുകൾ ചെയ്യാനായിട്ട് അവർക്ക് ആ സമയം വിനിയോഗിക്കാനായി സാധിക്കുന്നു. which allows us to run a cleaner office. സി ഉണ്ട് അവിടെ, സി മിസ്സിംഗ് ആണ്. അപ്പൊ അവർക്ക് അതുവഴി എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഒരു ക്ലീനർ ആയിട്ടുള്ള ഒരു
ഓഫീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. നമ്മുടെ വീട്ടിലാണെങ്കിലും നമുക്ക് ജോലി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മ വീട് ക്ലീനിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അല്ലെ, ആണോ? അല്ലെ? അപ്പൊ സ്റ്റാഫുകൾക്ക് എക്സ്ട്രാ ടൈം കിട്ടുമ്പോ, കൂടുതൽ ടൈം കിട്ടുമ്പോ അവരെന്താണ് ക്ലീനർ ആയിട്ടുള്ള, അപ്പൊ എന്താണ് അവരുടെ മറ്റു വർക്കുകൾ അവരെന്താണ് വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് നല്ല കൃത്യതയോടുകൂടി അവർക്ക് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? Next, besides, when a hospital lessen the patient no flow and late cancellation, hospital have less dead time in scheduling and can maximize the patient time and related billing. എന്താണ് കൂടാതെ, besides കൂടാതെ എന്തിനൊക്കെ സാധിക്കുന്നു? when hospital lessen the patient's no flow അല്ലെ, എന്താണ് ചില നമുക്ക് തന്നെ അറിയാം ഹോസ്പിറ്റലിൽ ചിലര് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കും, എന്നിട്ട് അവരെ കാണാതാവും അല്ലെ. കാണാതാന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും? പേഷ്യൻസിൽ തിരക്ക് കാണുമ്പോ അവരെന്ത് ചെയ്യും? പുറത്തേക്ക് പോവാറുണ്ടോ? നമ്മളാണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഒരുപാട് പേഷ്യൻസ് നമ്മ മനസ്സിലാക്കാണ്, നമുക്ക് ഡോക്ടറെ കാണാൻ ഒരുപാട് ടൈം എടുക്കുന്നതാണ് എന്ത് ചെയ്യും? നമ്മ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങും അല്ലെ, റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയാ. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോ നമ്മുടെ പേര് വിളിക്കുമ്പോ നമ്മൾ അവിടെ ഉണ്ടാവില്ലല്ലോ. ചില സമയത്ത് നമ്മൾ എന്താണ് കുറെ പേര് ഇല്ലെങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ പെട്ടെന്ന് വിളിക്കൂലേ, ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എന്താണ് പേഷ്യൻസിനെ നോ ഷോ, കാണാതാവാ അല്ലെ, അവരെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തു പോകുക. പിന്നെ എന്താണ് ക്യാൻസലേഷൻ, ലൈറ്റ് ആയിട്ട് ക്യാൻസലേഷൻ നടത്താലോ, നമ്മ അപ്പോയിന്റ്മെന്റ്സ് എടുത്താലോ എന്തെങ്കിലും കാര്യം കൊണ്ട്, അതൊക്കെ ഈ സോഫ്റ്റ്വെയർ ഒക്കെ ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. നവ്യ എന്താ പറഞ്ഞേ? നെക്സ്റ്റ് പറയുന്നൊക്കെ ഹോസ്പിറ്റൽ ഹാവ് ലെസ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിംഗ്. എന്താണ് സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് അവർക്ക് എന്താണ് ഈ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനുള്ള സമയം കുറയ്ക്കാനായി സാധിക്കുന്നു അല്ലെ. നമ്മ ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കുക, ഷെഡ്യൂൾ ചെയ്യുന്ന വഴി എന്താണ് അവർക്ക് അവരുടെ അസൈൻമെന്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. ആൻഡ് ക്യാൻ മാക്സിമൈസ് ദ പേഷ്യൻസ് ടൈം അല്ലെ. പേഷ്യൻസ് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമ്പോൾ ആരാണ് എൻഗേജ് ആവുന്നത്? പേഷ്യൻസ് തന്നെയല്ലേ. പേഷ്യൻസ് തന്നെ അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നു അല്ലെ. അവർക്ക് വേണ്ട ഡോക്ടേഴ്സിനെ അവർ തന്നെ സെലക്ട് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യല്ലേ ചെയ്യുന്നത്, ആണോ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ ടൈം അല്ലെ, പേഷ്യൻസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും അല്ലെ അവരെ ഉൾപ്പെടുത്താനും സാധിക്കുന്നുണ്ടോ? പേഷ്യന്റ് ടൈം ക്യാൻ മാക്സിമൈസ്, പേഷ്യന്റിന്റെ സമയമാണ് നമ്മൾ അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. നെക്സ്റ്റ് എന്താണ്? ആൻഡ് റിലേറ്റഡ് ബില്ലിംഗ് അല്ലെ. ബില്ലിംഗ് നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കുന്നില്ലേ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യുമ്പോ? സ്റ്റാഫുകളുടെ ടൈം കുറക്കാണ് അല്ലെ ചെയ്യുന്നത്, ആണോ? ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് എന്താണ് ബാർകോഡുകൾ, സോറി QR കോഡൊക്കെ സ്കാൻ ചെയ്ത് അല്ലെ പേയ്മെന്റ് ഒക്കെ നടത്താം അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് QR കോഡൊക്കെ സ്കാൻ ചെയ്ത് സ്കാനർ വെച്ച് ചെയ്യൊക്കെയാണെങ്കിൽ നമുക്ക് ബാലൻസ് തരാനൊക്കെ സ്റ്റാഫുകൾ നിൽക്കണോ? വേണോ? വേണ്ട അല്ലെ. അവര് എളുപ്പമാണ് ജോലി. കറക്റ്റ് പേയ്മെന്റ് നമുക്ക് എടുക്കാം. 1 രൂപയാണെങ്കിൽ ആ 1 രൂപയാണ് നമുക്ക് പേയ്മെന്റ് എടുക്കാം അല്ലെ, പെട്ടെന്ന് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് എക്സ്ചേഞ്ചുകൾ ഇല്ലാതെ എളുപ്പമല്ലേ അത്? വേണ്ട. മാക്സിമൈസ് ദ പേഷ്യന്റ് ടൈം, പേഷ്യന്റിന്റെ ടൈമും
റിലേറ്റഡ് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിനുള്ള സമയവും നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് റെപ്യൂട്ടേഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, നമുക്ക് ഓൺലൈനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിനെയും റിവ്യൂസ് അവർക്ക് കിട്ടിയിരിക്കുന്ന റേറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പൊ അത് പബ്ലിക്, ഇപ്പൊ നമ്മ ഒരു ആസ്റ്റർ മെഡ്സിറ്റിനെ കുറിച്ച് എൻക്വയറി നടത്താൻ വേണ്ടി അവർ സൈറ്റിൽ കയറിയേക്കാണ്. അപ്പൊ അവർക്ക് ഇത്ര റേറ്റിംഗ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് എന്തെയാണ് അവരിൽ ഒരു വിശ്വസ്തത ഉണ്ടാവുകയാണ് അല്ലെ? ട്രസ്റ്റ് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അല്ലെ, പ്രശസ്തിയെ വർദ്ധിപ്പിക്കുന്നു അല്ലെ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? നോക്കിയേ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. എന്താണ്? ഹോസ്പിറ്റൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ പ്രശസ്തിയെ പലതരത്തില് വർദ്ധിപ്പിക്കുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. ഫസ്റ്റ് HCA HPS. HCA HPS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കൺസ്യൂമർ assessment of healthcare providers and system. Healthcare providers and system. Hospital consumer assessment of healthcare providers and system. Scores are public. Specifically, so people can learn about the physician they can consult and make an informed choice about their health care. എന്താണ് HCA HPS എന്താണ്? സ്കോർ ചെയ്യുന്നത് പബ്ലിക് ആയിട്ടാണ് അല്ലെ? വെബ്സൈറ്റിലൊക്കെ നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ അത് പബ്ലിക് ആയിട്ടല്ലേ അറിയാൻ പറ്റുന്നത്, മറ്റുള്ളവർക്കും അല്ലെ, പൊതുവായിട്ട് അല്ലെ? അപ്പൊ എന്താണ് സ്കോഴ്സ്? ഫസ്റ്റ് HCA HPS എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് ആണ് അല്ലെ, സ്കോഴ്സ് കൊടുക്കുന്നത് പബ്ലിക് ആണ്. സ്പെസിഫിക്കലി അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ ഏതൊക്കെ ഫിസിഷ്യൻസ് ഉണ്ട്, ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എന്താണ് അറിയാൻ സാധിക്കുന്നു അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിലെ സൈറ്റില് നോക്കിക്കഴിഞ്ഞാല്, വെബ്സൈറ്റിൽ കയറി അതല്ലെങ്കിൽ ഗൂഗിളില് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവര് ആ പേജിലേക്ക് കയറി കാണുന്നുണ്ട് അല്ലെ? ഹോമിലേക്ക് കയറിയിട്ട് നമുക്ക് അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടില്ലേ? ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, അവരുടെ എക്സ്പീരിയൻസ് എന്താണ് അല്ലെ, അവർക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾക്ക് വേണ്ട ഫിസിഷ്യനെ അല്ലെങ്കിൽ നമുക്ക് ഏത് ഡോക്ടർ ആണോ വേണ്ടത് അവരെ ആരെന്നെയാ ചൂസ് ചെയ്യുന്നേ? നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നു അല്ലെ? Specifically, so people can learn about the physicians they can consult. അവർക്ക് വേണ്ട ഫിസിഷ്യൻസിനെ ആരാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ? അല്ലേ? നോ, ഇപ്പൊ നമ്മ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറി ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടേഴ്സ് കുറെ പേരുണ്ടെങ്കിൽ നമ്മൾ അവരുടെ എക്സ്പീരിയൻസ് നോക്കൂ അല്ലെ? കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആരാണ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണ് അല്ലെ? ആണോ? അപ്പൊ നമുക്ക് എന്തറിയാൻ പറ്റുന്നുണ്ട്? അവരുള്ള എല്ലാ ഡോക്ടേഴ്സിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു അല്ലെ? ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുടെ എന്താണ് സ്പെസിഫിക്കേഷൻസ് എന്താണ് അല്ലെ? അപ്പൊ എന്താ അവിടെയുള്ള ഫിസിഷ്യൻസിനെ കുറിച്ച്, ഡോക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് തന്നെ അറിയാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ്? മേക്ക് ആൻ ഇൻഫോർമഡ് ചോയ്സ് അബൌട്ട് ദെയർ ഹെൽത്ത് കെയർ. ഇതൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുന്നു? നമുക്ക് ആ ഹോസ്പിറ്റലിനെ ഇൻഫോം ചെയ്യാം അല്ലെ? നമുക്ക് ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, നമ്മുടെ ചോയ്സ് എന്താണ്, അത് അവർക്ക് നമുക്ക് ആ ഹെൽത്ത് കെയറിനെ അറിയിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? അതിനു വേണ്ടിയിട്ടാണ് മിസ് ചോദിച്ചത്, നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ സൈറ്റിലോ എന്തെങ്കിലും കയറി നോക്കിയോ? മനസ്സിലായോ?
ഓരോ ഹോസ്പിറ്റലിന്റെ ഹിസ്റ്ററി വരെ ഉണ്ടാവും. ഹിസ്റ്ററി എന്ന് തുടങ്ങി അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് എങ്ങനെയാണ്, അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് തന്നെ മിസ്സിന്റെ ക്ലാസ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക കേട്ടോ. നെക്സ്റ്റ്, സെക്കൻഡ്, പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. എന്താണ് പോസിറ്റീവ് ആയിട്ട് രണ്ടാമത് പറയുന്നത്? എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള സ്കോർസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റലിനെ, ഓർഗനൈസേഷനെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാക്കുന്നു അല്ലെ, കൂടുതൽ പേര് തിരഞ്ഞെടുക്കും. നമ്മളിപ്പോ നമ്മുടെ മൊബൈലിൽ കയറി കാണിട്ട് 2 or 3 ഹോസ്പിറ്റലിൽ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ റേറ്റിംഗ്സ് ആർക്കാണ് കിട്ടിയത്, ആ ഹോസ്പിറ്റലിനെ നമ്മൾ തിരഞ്ഞെടുക്കാം അല്ലേ? കൂടുതൽ ആരാണോ ഏത് ഹോസ്പിറ്റലിലാണോ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് അല്ലെ, ആ ഹോസ്പിറ്റലായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് അട്രാക്റ്റീവ് ഓപ്ഷൻസ് കൂടുതൽ എന്താണ് മറ്റുള്ളവര് ഓപ്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാനുമുള്ള സാധ്യതയുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള സ്കോർസുകളാണെങ്കിൽ. ക്ലിയർ ആയത്? നെക്സ്റ്റ്, additionally, hospitals can utilize automated messages to ask patients for feedback about their appointments. കൂടാതെ എന്ത് ചെയ്യാ, പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാ, ലിങ്ക് അയച്ചു കൊടുക്കുക അല്ലെ. സോറി, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചങ്ങാണ്ട് അവരിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുത്തൂടെ? ലിങ്ക് അയച്ചോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് വെബ്സൈറ്റ് അയച്ചു കൊടുത്തിട്ടോ അല്ലെ, അല്ലെങ്കിൽ ആപ്പ് വഴിയോ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് എടുത്തൂടെ പേഷ്യൻസിന്റെ? എന്താണ് നോക്കിയേ, ഹോസ്പിറ്റൽ ക്യാൻ യൂട്ടിലൈസ് ഓട്ടോമേറ്റഡ് മെസ്സേജസ്. എന്താണ് പേഷ്യൻസിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ചെങ്ങാണ്ട് നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. So some program involve follow-up questions with easy to follow links to ask content and patients to leave review on hospital Google business profile or other platform. നമുക്ക് Google business profile ഓരോ ഹോസ്പിറ്റൽ അവരുടെ ബിസിനസ്സുകൾ മറ്റുള്ളവരെയൊക്കെ അറിയിക്കാനായിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാവും അല്ലെ, ഉണ്ടാവോ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമില് അത് കണ്ടിട്ടുണ്ടോ? കുറെ ആളുകൾ അവരെ ബിസിനസ് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് പ്രൊഫൈൽ തയ്യാറാക്കിയിരിക്കുന്നത് പ്രോഡക്റ്റുകൾ ഇട്ടുങ്ങാണിട്ട് അല്ലെ, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ എന്താ ഇങ്ങനെ എന്താണ് ഓർഗനൈസേഷൻ അവരുടെ ബിസിനസ് പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ എന്താണ് അതർ പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് വഴിയോ അല്ലെ, അല്ലെങ്കിൽ ലിങ്ക് വഴിയോ എന്താണ് ഫോളോ അപ്പ് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിങ്ങാണ്ട് ലിങ്ക് വഴിയോ ഈസി ടു ഫോളോ അല്ലെ, നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യനിലൂടെ ലിങ്ക് വഴിയൊക്കെ എന്താണ് അവരിൽ നിന്ന് റിവ്യൂ എടുക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? Next, and finally, happy patients will suggest the hospital to friends and family. എന്താണ് ഫൈനലി ഹാപ്പി പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? കണ്ടന്റഡ് പേഷ്യൻസ് ഈ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നു അല്ലെ, നിർദ്ദേശിക്കുന്നു, സജസ്റ്റ് ചെയ്യുന്നു അല്ലെ. When it comes to referral, word of mouth is the gold standard. എന്ത് ചെയ്യുന്നു? it comes to referral, word of mouth is the gold standard. നമ്മ വായ്മൊഴിയിലൂടെ ആ ഹോസ്പിറ്റൽ എന്ത് ചെയ്യാണ്? ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് അല്ലെ, ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുന്നു അല്ലെ. അപ്പൊ മിസ് പറയാണ്, സൂര്യയുടെ അടുത്ത് പറയാണ് ഇന്ന ഹോസ്പിറ്റലിൽ പൊക്കോ, അവിടെ അടിപൊളി ട്രീറ്റ്മെന്റ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ആണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്താണ് ഡോക്ടേഴ്സ് ആണ് നമുക്ക് സേവനം നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യ അത് വേറെ ആരെങ്കിലും അടുത്തും പറയോ, അതോ ഹൈഡ് ചെയ്ത് വെക്കോ? സൂര്യ പോവുകയും ചെയ്യും, വേറെ ആർക്കെങ്കിലും റെഫർ ചെയ്യും അല്ലെ, പറയും. അതെന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ഈ ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കോ?
അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോസ്പിറ്റലിനെ കുറിച്ച് എല്ലാവർക്കും വിവരം കിട്ടുകയാണ് അല്ലെ, ഇൻഫോർമേഷൻസ് കിട്ടുന്നു. ചിലപ്പോ നമ്മൾ ഒരാളോട് അടുത്തായിരിക്കില്ല പറയുന്നത്, ഞാനിപ്പോ സൂര്യനോട് മാത്രമായിരിക്കില്ല പറയുന്നത്. എന്താണ്, റിയയുടെ അടുത്ത് പറയുന്നുണ്ടാവും, ബിൻഷയുടെ അടുത്ത് പറയുന്നുണ്ടാവും, അന്നയുടെ അടുത്ത് പറയുന്നുണ്ടാവും. അപ്പൊ പലരും അത് പറയും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അത് ആ ഹോസ്പിറ്റലിനെ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക്, ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുന്നു. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. എന്താണ്, ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് എങ്ങനെയുള്ള ഔട്ട്കംസ് കിട്ടുന്നു? ബെറ്റർ ആയിട്ടുള്ള അല്ലെ, നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ ഔട്ട്കംസ് കിട്ടുന്നു. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ്. With the means, they are more probable to get better or effectively manage chronic health issues. Satisfied ആയിട്ടുള്ള പേഷ്യൻസ്, തൃപ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന അഡ്വൈസുകൾ പാലിക്കൂ. ഇന്ന മെഡിസിനുകൾ കഴിക്കണം, ഇന്ന ഡയറ്റുകൾ ചെയ്യണം അല്ലെ, ഇന്ന ദിവസം വന്ന് ഫോളോ അപ്പ് ചെയ്യണം, ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടാണ് പാലിക്കും അല്ലെ, ഫോളോ ചെയ്യില്ലേ. അപ്പൊ എന്താ, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കും, മോർ കംപ്ലൈന്റ്, കൂടുതൽ അനുസരണശീലമുള്ളവരായിരിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഡോക്ടർ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു, ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ എന്താണ്, അവരുടെ അസുഖം ഭേദമാക്കാൻ അല്ലെ, അവരെ മെച്ചപ്പെടുത്താനും അവരുടെ ട്രീറ്റ്മെന്റ് ഫലപ്രദമാക്കാനും ഇത് സഹായിക്കുന്നു. ക്ലിയർ ആയത്? അപ്പൊ എന്താണ് കിട്ടുന്നത്, അവരിൽ നിന്ന് ഒരു ഗുഡ് ക്ലിനിക്കൽ ഔട്ട്കം ആണ് അല്ലെ അവർക്ക് കിട്ടുന്നത്. ആ പേഷ്യന്റ് ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ അവർ അസുഖം ഭേദമാവില്ലേ. അപ്പൊ അവർക്ക് എന്താ കിട്ടുന്നത്, ബെറ്റർ ഔട്ട്കംസ് കിട്ടുന്നു അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, കോൺസിക്വന്റ്ലി ദേ ഫീൽ ബെറ്റർ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ബെറ്റർ ആകുന്നു അല്ലെ, ദേ ഫീൽ ബെറ്റർ. ആൻഡ് ലൈക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ആൻഡ് കെയർ മേക്സ് എ ഡിഫറൻസ് ടു ദെയർ വെൽബീയിങ് ആൻഡ് ക്വാളിറ്റി ലൈഫ്. അപ്പൊ ആ ഹോസ്പിറ്റലിന് കിട്ടുന്ന ട്രീറ്റ്മെന്റിൽ കൂടെ അല്ലെ, ചികിത്സയിൽ കൂടെ, അവിടെ നിന്ന് കിട്ടുന്ന പരിചരണത്തിലൂടെ അവരെ ഹെൽത്ത് എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുത്തുന്നു അല്ലെ. വെൽബീയിങ്സ് ഇല്ലോ, അവരെ ഹെൽത്ത് വ്യത്യാസപ്പെടുത്തുന്നുണ്ടോ? അസുഖത്തിൽ നിന്ന് അവർ മാറ്റുകയല്ലേ ചെയ്യുന്നത്, അവരെ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ അവരെ അസുഖം മാറ്റുന്നു അല്ലെ, ആണോ? അപ്പൊ എന്താ, അവര് എങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അഡ്വൈസുകൾ പാലിക്കുന്നതിലൂടെ എന്താണ്, അവരുടെ അസുഖങ്ങൾ, അവരുടെ വെൽബീയിങ്സ് ഈ വ്യത്യാസം വരുന്നു. കൂടാതെ അവർക്ക് എന്താണ്, നിലവാരമുള്ള ലൈഫും കിട്ടുന്നു അല്ലെ, ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ, ക്വാളിറ്റി ഉള്ള ലൈഫും കിട്ടല്ലേ. ഇപ്പൊ നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നല്ലൊരു ഹെൽത്ത് ഇല്ല, വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഹെൽത്ത് ഓക്കെ ഇല്ല, എപ്പോഴും അസുഖങ്ങളും ട്രീറ്റ്മെന്റുകളും, വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അവർ അസുഖങ്ങൾ ഭേദമാകുമെങ്കിൽ എന്താണ്, അവർക്ക് ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് കിട്ടുന്നു അല്ലെ, ഗുണനിലവാരമുള്ള ഒരു ജീവിതം കിട്ടല്ലേ. ക്ലിയർ ആയത്? നെക്സ്റ്റ്, this also leads them to remain loyal to the hospital. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹോസ്പിറ്റലിലെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നു അല്ലെ, പേഷ്യൻസിന്റെ ഇടയിൽ ഹോസ്പിറ്റലിലെ വിശ്വസ്തത വർദ്ധിപ്പിക്കില്ലേ. Leads to remain loyal to the hospital. ഹോസ്പിറ്റലിന്റെ വിശ്വസ്തതയിലേക്ക് നയിക്കുന്നു. കൂടാതെ എന്താണ്, ഷോപ്പ് ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്സുകൾ അല്ലെ, പുതിയ ഇപ്പൊ നമ്മ എന്താണ്, നമ്മ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അല്ലെ, സജസ്റ്റ് ചെയ്യും. അപ്പൊ എന്താണ്, അവർക്ക് ന്യൂ അപ്പോയിന്റ്മെന്റ്സുകളെ കൂടാതെ എന്താണ്, അവിടെയുള്ള പേഷ്യൻസ് എല്ലാം നിലനിർത്താൻ സാധിക്കുന്നു അല്ലെ. അവർ വീണ്ടും ചെക്കപ്പിന് വരാനും ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വീണ്ടും അവിടെ തന്നെ വരുമോ, ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ എന്താ, ഷോപ്പ് ഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്സ്, അവരുകള്
അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാൻ, ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാനും കാരണമാകുന്നു. ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബെനിഫിറ്റ്സ്. ഇതൊരു സൈക്കിൾ പോലെ പ്രവർത്തിക്കുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുള്ള ഗുണങ്ങള് ഒരു സൈക്ലിക് രീതിയിൽ പ്രവർത്തിക്കുന്നു. എങ്ങനെയായിരിക്കും? പേഷ്യൻസ് വരും, അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് അല്ലെ, ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും, അവര് എന്താണ് സാറ്റിസ്ഫൈഡ് ആകും, അവര് മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യേ, അല്ലെങ്കിൽ അവര് വീണ്ടും അവിടെ തന്നെ വരും അല്ലെ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും ആ പ്രോസസ്. അപ്പൊ അതെന്താണ്? ഒരു സൈക്ലിക് ജനറേറ്റിംഗ് എ സൈക്കിൾ. അതൊരു സൈക്കിള് പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും നെക്സ്റ്റ്, ways to improve patient satisfaction. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള വഴികൾ, വേസ് ഏതൊക്കെയാണ്? ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്? നമുക്ക് എങ്ങനെയൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു? ഹൈലി ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിംഗ് patient satisfaction scores spins around creating an environment in which patients have a positive overall experience with all members of their medical team. രോഗിയുടെ, നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഏതാ? എന്തുകൊണ്ടായിരിക്കും നമ്മ വീണ്ടും അവിടെ തന്നെ പോകുന്നത്? ഓവറോൾ എക്സ്പീരിയൻസ് വിത്ത് ഓൾ മെമ്പേഴ്സ് ഓഫ് ദെയർ മെഡിക്കൽ ടീം അല്ലെ. ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഓൾ മെഡിക്കൽ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം? ബെറ്റർ ആയിരിക്കണം അല്ലെ. പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണ്ടേ? ഗുഡ് ആയിരിക്കണം. അപ്പൊ എന്താണ്? ഓൾ മെമ്പേഴ്സ് ഓഫ് ദെയർ മെഡിക്കൽ ടീം, എല്ലാ അംഗങ്ങൾ, ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളിൽ നിന്നുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരു പോസിറ്റീവ് ആയിരിക്കണം അല്ലെ, ബെറ്റർ ആയിരിക്കണം. അതാണ് ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ സ്കോർ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അല്ലെ. മെഡിക്കൽ ടീമിലെ എല്ലാ അംഗങ്ങളുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാക്കുക? ബെറ്റർ ആക്കുക. ക്ലിയർ ആയോ? അതിൽ അത്രയും പറയുന്നുള്ളൂ. ഹോസ്പിറ്റലിലെ എല്ലാ മെഡിക്കൽ ടീമുകളുമായിട്ടുള്ള ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുക, പോസിറ്റീവ് ആക്കുക. അതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സ്കോർ വർദ്ധിപ്പിക്കാനുള്ള അല്ലെ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, വെറുതെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, 8 creative ways to increase patient satisfaction. Patient satisfaction വർദ്ധിപ്പിക്കാനുള്ള 8 creative ways. ഫസ്റ്റ് വൺ പറയുന്നത് ensure timely follow-ups. ഇങ്ങനെയുള്ള ഫോളോ അപ്പുകൾ കൊടുക്കുക. സമയബന്ധിതമായ അല്ലെ, കറക്റ്റ് ടൈമിങ്ങിന് പേഷ്യൻസിന് ഫോളോ അപ്പുകൾ കൊടുക്കുക അല്ലെ. ആവശ്യമില്ലാത്ത സമയത്ത് ഫോളോ അപ്പുകൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? പേഷ്യൻസിന് ആവശ്യമില്ലാത്ത സമയമില്ല. അപ്പൊ എന്താ ചെയ്യാ? കറക്റ്റ് സമയത്ത് പേഷ്യൻസിന് ഫോളോ അപ്സുകൾ കൊടുക്കുക. ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും അവർക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുള്ളതായിരിക്കണം? ക്ലിയർ ആയിരിക്കണം അല്ലെ. രണ്ടുപേർക്കും മനസ്സിലാകുന്ന രീതിയിൽ അല്ലെ, വ്യക്തതയോടുകൂടി പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർ കുറെ മെഡിക്കൽ ടേംസിൽ നമ്മുടെ കണ്ടീഷൻസിനെ കുറിച്ച് പറഞ്ഞു തന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഫുൾ മെഡിക്കൽ ക്ലിയർ കട്ട് അവര് എല്ലാം നമുക്ക് ചെയ്യേണ്ട ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, നമുക്കുള്ള മരുന്നുകളെ കുറിച്ച്, നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ടെസ്റ്റുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മെഡിക്കൽ ടേംസിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇല്ല. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ആ പേഷ്യൻസിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം അല്ലെ. എന്ത് ചെയ്യാ, പേഷ്യൻസും പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുള്ളതായിരിക്കണം, ക്ലിയർ ആയിരിക്കണം അല്ലെ. ക്ലിയർ ആയത്? ഓക്കെ ആയോ? നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ഇടയിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക അല്ലെ, നിലനിർത്തുക അല്ലെ. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ചും അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും അവരുടെ ഫോളോ അപ്പുകളെ കുറിച്ചും അവരുടെ ഡയറ്റ് കൺട്രോളിനെ കുറിച്ചും ഒക്കെ അവർക്ക് ഒരു ക്ലാരിറ്റി വേണ്ടേ. അവരുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ, വേണോ? വ്യക്തത വേണോ പേഷ്യൻസിന്? ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ചെല്ലുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ്, ഇപ്പൊ എന്താണ് എൻഡോസ്കോപ്പിയോ കൊളോണോ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തരണ്ടേ ഡോക്ടർ? ഇന്ന രീതിയിലാണ് ചെയ്യുന്നത്, അത് ചെയ്തത് കൊണ്ട് ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ, പറഞ്ഞു തരണോ? അതല്ല, നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ അടുത്ത ഡോക്ടർ വലിയ രീതി ഭയങ്കരമായിട്ട് ഇന്ന ടെസ്റ്റ് എന്തായാലും ചെയ്യണം, നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കണേ നമ്മ പേടിച്ചു പോകും അല്ലെ. എന്തോ വലിയ അസുഖമാണോ എന്നുള്ള രീതിയിൽ നമ്മ വരുമോ? അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാ, ക്ലിയർ ആയിട്ട് അല്ലെ, മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസിന് അവരുടെ വിവരങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. ക്ലിയർ ആയത്? പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. എങ്ങനെയുള്ള ടൈം ആയിരിക്കണം നമുക്ക് അഡ്മിഷന്റെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഭാഗത്ത്, ഡോക്ടേഴ്സിന്റെ റൂമിന്റെ മുമ്പില്, ഫാർമസിയുടെ മുമ്പില് ടെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം മാത്രമേ നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നത് അല്ലെ. വെയിറ്റ് ടൈംസ് ഷോർട്ട് പീരീഡ് ആയിരിക്കണം. അപ്പൊ അത് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, strive to implement procedures to educate patient about treatment plans. എന്താണ്, ഹോസ്പിറ്റലില് ആ പേഷ്യൻസിന്റെ ചികിത്സാ പദ്ധതികളെ കുറിച്ച് അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് അവർക്ക് എന്ത് കൊടുക്കുക, എഡ്യൂക്കേഷൻ അല്ലെ കൊടുക്കുക അല്ലെ. ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ്. അവർക്ക് ഒരു ബോധവൽക്കരണം, ആ പ്രൊസീജിയേഴ്സിന് അവർക്ക് വേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് അവർക്ക് ഒരു അറിവ് നൽകുക. Next, utilize feedback from patients to analyze patient satisfaction metrics. Patient satisfaction അളക്കുന്നതിന് വേണ്ടി എന്താണ്, പേഷ്യൻസിൽ നിന്ന് പേഷ്യൻസിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഉപയോഗിക്കുക അല്ലെ. ഫീഡ്ബാക്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരില്ലേ അടയാളപ്പെടുത്തിയല്ലേ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫീഡ്ബാക്കുകള് ഉപയോഗിക്കുക. നെക്സ്റ്റ് എന്താണ്, ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി. ഫെസിലിറ്റിയുടെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുക, ടെക്നോളജിക്കൽ സപ്പോർട്ടുകൾ അല്ലെ, മെഷീനറീസ്, സിസ്റ്റങ്ങള്, സോഫ്റ്റ്വെയർസ് അല്ലെ, ഡയാലിസിസ് സെന്റേഴ്സ്, ലാബുകളിൽ ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അവിടുന്ന് എഫിഷ്യൻസിക്ക് വേണ്ടി മെഷീനറീസ്, എക്യുപ്മെന്റ്സുകള് ഉപയോഗിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെന്റിലേറ്റേഴ്സ് അല്ലെ, ഇൻക്യുബേറ്റേഴ്സ്, അതൊക്കെ എന്താണ്, ഫെസിലിറ്റി, അവിടുത്തെ സൗകര്യങ്ങള് ഫലപ്രദമാക്കാൻ കാര്യക്ഷമമാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് അല്ലേ ഇതൊക്കെ അവര് അല്ലെ. എന്താണ്, ഫെസിലിറ്റി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അവരെന്താ ടെക്നോളജിക്കൽ സപ്പോർട്ടുകൾ നടപ്പിലാക്കുക. നെക്സ്റ്റ്, ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഹോസ്പിറ്റലിൽ എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആക്കുക, ഫെസിലിറ്റി എൻവയോൺമെന്റ് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അന്തരീക്ഷവും ഒരു നല്ല കൾച്ചർ അല്ലെ, നല്ലൊരു സംസ്കാരം കൊണ്ടുവരണ്ടേ ഹോസ്പിറ്റലിൽ, പേഷ്യൻസ് സെന്റേഡ് ആയിട്ടുള്ള കൾച്ചർ അല്ലെ, നല്ലൊരു കൾച്ചറും ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആയതാ? നെക്സ്റ്റ്, ഡെവലപ്പ് റാപ്പോർട്ട്. എന്ത് ചെയ്യുക, ആ പേഷ്യൻസും ആ ഡോക്ടറും പ്രൊവൈഡേഴ്സും തമ്മിൽ ഒരു റാപ്പോർട്ട്, ബന്ധം നിലനിർത്താം അല്ലെ. വേണ്ടേ?
Fear often gets in the way of patients' ability to retain important clinical information, which includes self-care instructions. എന്താണ് സ്വയം പരിചയം self-care instructions ആണ് ഉൾപ്പെടുന്ന ക്ലിനിക്കൽ ഇൻഫോർമേഷൻസ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻസിന് നൽകുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാക്കും അല്ലെ, ഫിയർ. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിന് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ പേഷ്യൻസിനോട് പറയാറുണ്ടോ ഫിസിയോതെറാപ്പി ഒക്കെ പറയാറുണ്ട്, എക്സസൈസുകൾ. ഇപ്പൊ കൈയിനൊക്കെ പ്ലാസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ കാലിന് പ്ലാസ്റ്റർ ഇട്ടൊക്കെ പോകുന്ന പേഷ്യൻസിനോട് വീട്ടിൽ ചെന്നിട്ട് അവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ. അതല്ലെങ്കിൽ ഈ എന്താണ് ഷുഗർ ഒക്കെ കൂടിക്കഴിയുന്ന ആ പേഷ്യൻസിന് നമുക്ക് ഇൻസുലിൻ കുത്തിവെക്കാൻ പറയാറുണ്ടോ വീട്ടിൽ ചെന്നിട്ട്? അതൊക്കെ അവര് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ, ഒരുപാട് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് അവർക്ക് എന്തുണ്ടാക്കുന്നു, പേടി ഉണ്ടാക്കുന്നു അല്ലെ. ഞാൻ ചെയ്താൽ ശരിയാവോ, ഒക്കെ ആവോ അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരോ, വേദന എടുക്കോ അല്ലെ, നമുക്ക് അങ്ങനെയല്ലേ ആണോ? അപ്പൊ അവരിൽ അതൊരു ഭയം ഉണ്ടാക്കുന്നു. Practitioners who spend a few minutes engaging with patients before starting their clinical treatment have to set up a sense of trust with their patients. അപ്പൊ എന്ത് ചെയ്യാ, പ്രാക്ടീഷണേഴ്സ് അതായത് ഡോക്ടേഴ്സ് എന്ത് ചെയ്യാ, ആ പേഷ്യൻസിൽ നിന്ന് ക്ലിനിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് എന്ത് ചെയ്യാ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാ അല്ലെ, എൻഗേജ് ചെയ്യാ അവരുമായിട്ട്. അവരെന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെ. അത് അവരിൽ എന്തുണ്ടാക്കുന്നു, ആ പേഷ്യൻസിൽ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വസ്തത ഉണ്ടാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, by reducing the patient's fear early on. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ ആ ക്ലിനിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ ആ പേടി പോകുന്നു അല്ലെ, അത് പേടി മാറ്റാനായിട്ട് കുറയ്ക്കാനായി സാധിക്കുന്നു. These health care professionals make sure that their patients are strengthened with the information they require to take charge of their own health. അതുവഴി എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ അവരെ ആ ഫിയർ, പേടി നമുക്ക് കുറച്ചു കഴിഞ്ഞാൽ എന്താണ്, പേഷ്യൻസിനെ അവരെ ഡോക്ടേഴ്സിനെ അവരെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. അവർക്ക് മനോവീര്യം ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ? അപ്പൊ എന്താണ്, അവരെ സ്ട്രെങ്തൻ ചെയ്യാനായി ആ ഡോക്ടർക്ക് സാധിക്കുന്നു. കൂടാതെ എന്താണ്, അവരുടെ ഓൺ ഹെൽത്ത്, അവരുടെ സ്വന്തം ആരോഗ്യം എന്താണ്, അവരെ ഏൽപ്പിക്കാനായിട്ട് ആ ഡോക്ടറിന് സാധിക്കുന്നു. ഇപ്പൊ നമ്മ ഡോക്ടർ ആ പേഷ്യൻസ് വരുമ്പോ അവരുടെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം അല്ലെ, അവരെ ഇൻഫോർമേഷൻസ് ചോദിക്കാം, എന്ത് കൊണ്ടാണ് വന്നത് അല്ലെ. ഒരു നല്ല രീതിയിലാണ് പേഷ്യൻസിനോട് ആ ഡോക്ടർ സംസാരിക്കുന്നതെങ്കിലോ അവർക്ക് ആ ഡോക്ടറിന് ഇഷ്ടാവോ? നിങ്ങൾക്ക് ഇഷ്ടാവോ? മറ്റുള്ളവരുടെ കാര്യം നോക്കണ്ടേ, നിങ്ങൾക്ക് ഇഷ്ടാവോ? നിങ്ങളുടെ അടുത്ത് നല്ലോണം ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡോക്ടർ സംസാരിക്കുകയാണ്, നിങ്ങളുടെ എല്ലാ ആൻസൈറ്റിയും എല്ലാ എന്താണ് എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണെങ്കിൽ അല്ലെ, അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമുക്കുള്ള ടെൻഷൻസ് അല്ലെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കോ ആ ഡോക്ടറുടെ അടുത്ത്, ചോദിച്ച് മനസ്സിലാക്കോ. അപ്പൊ അതെന്ത് ചെയ്യാണ്, ആ പേഷ്യന്റിന് ആ ഡോക്ടറുടെ അടുത്ത് ഒരു വിശ്വാസം ഉണ്ടാവുകയാണ് അല്ലെ. അവരുടെ ടെൻഷൻ കുറച്ച് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് അത് അവരെ കൊണ്ടുവരില്ലേ. സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയത്? അപ്പൊ എന്താണ്, ആ പേഷ്യൻസും അത് നൽകുന്ന പ്രൊവൈഡറും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയാണ് അല്ലെ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ അതെന്താ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നു അല്ലെ. ഇതുവഴി നമുക്ക് എന്താണ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്, മേക്ക് ഇറ്റ് പേഴ്സണൽ, വ്യക്തിഗതമാക്കുക. എന്തായിരിക്കും വ്യക്തിഗതമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
healthcare professionals who try to keep eye contact with their patients rather than vaguely looking at computer screens and chart. Display their dedication to the patients. എന്ത് ചെയ്യാ അവര് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അവരുടെ ഡെഡിക്കേഷൻ അവരുടെ അർപ്പണബോധം ആ പേഷ്യൻസിനോട് പ്രകടിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇപ്പൊ നമ്മ ഒരു ഡോക്ടർ മുമ്പിൽ ചെന്ന് നമ്മുടെ അസുഖ വിവരത്തെ കുറിച്ച് പറയാനായിട്ട് ചെന്നിരിക്കുക. ആ ഡോക്ടർ സ്ക്രീനിൽ ആ ഡോക്ടറുടെ മുമ്പിലുള്ള സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുമ്പിലുള്ള ചാർട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മിങ്ങനെ നമ്മുടെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ സൈഡിലിരുന്ന് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും നമ്മുടെ വൈകാരികകളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ സ്ക്രീനിലേക്കും ചാർട്ടിലേക്കൊക്കെ നോക്കിയിരുന്നാല് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഡോക്ടറും അപ്പൊ നോക്കിയേ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഹു ട്രൈ ടു കീപ് ഐ കോണ്ടാക്ട് വിത്ത് ദെയർ പേഷ്യൻസ്. എന്താണ്? ആ പേഷ്യൻസ് അവരുടെ മുമ്പിൽ വരുന്ന പേഷ്യൻസിനുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് അല്ലേ അവരെ സ്ഥാപിക്കുക. ക്ലിയർ ആയോ? അവരെ അവ്യക്തമായി സ്ക്രീനിലേക്കോ അതല്ലെങ്കിൽ ചാർട്ടിലേക്കോ നോക്കിയിരിക്കാതെ ആ പേഷ്യൻസുമായിട്ട് ഐ കോണ്ടാക്ട് നിലനിർത്തി എന്താണ് അവരുടെ അർപ്പണബോധം ഡെഡിക്കേഷൻസ് പ്രകടിപ്പിക്കുക. നെക്സ്റ്റ് നോക്കിയേ സം പ്രാക്ടീഷണേഴ്സ് മേ സെലക്ട് ടു ഹാവ് എ മെഡിക്കൽ സ്ക്രൈബർ ഇൻ ദ റൂം ഫോർ ദിസ് വെരി റീസൺ വിച്ച് allows them to listen with their eyes while the scribe take notes. അല്ലെ? എന്താണ്? ചില പ്രാക്ടീഷണേഴ്സ് ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് റൂമിലെ മെഡിക്കൽ സ്ക്രൈബേഴ്സിന് അല്ലെ ഈ പേഷ്യൻസ് പറയുന്ന ഇൻഫോർമേഷൻസ് നോട്ട് ചെയ്യാനായിട്ട് ജൂനിയർ ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബേഴ്സിന് ഇരുത്തുന്നു അല്ലെ ഡോക്ടറുടെ റൂമില്. എന്ത് ചെയ്യാം? അപ്പൊ ആ സമയത്ത് പേഷ്യൻസിൽ നിന്നുള്ള വിവരങ്ങൾ ആര് നോട്ട് ചെയ്യും? മെഡിക്കൽ സ്ക്രൈബ് നോട്ട് ചെയ്യുകയും ഡോക്ടർക്ക് എന്താണ് പേഷ്യൻസിന്റെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനായിട്ടും സാധിക്കുന്നു അല്ലെ? ആണോ? ക്ലിയർ ആയതാ? ചില ഡോക്ടേഴ്സ് സം പ്രാക്ടീഷണേഴ്സ് ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്ന അവര് മെഡിക്കൽ സ്ക്രൈബേഴ്സിനെ അവരുടെ റൂമില് നിലനിർത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ആ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്ന ലിസൺ ചെയ്യുന്നല്ലേ അവര് ആ പേഷ്യൻസിനെ നോക്കിങ്ങാണിട്ട് എന്താ വിവരങ്ങൾ അവര് ലിസൺ കേൾക്കുന്നു. കൂടാതെ എന്താണ് ആ സ്ക്രൈബേഴ്സ് ആ പേഷ്യൻസിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. Saying a patient's name also helps individualize and personalize the patient's experience. Like this asking question like what matters to you. ഒരാളിപ്പോ മിസ് പറയാം ഇപ്പൊ നമ്മുടെ സോണി എന്റെ മുമ്പിൽ വന്നേക്കാണ്. ഞാൻ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം ഞാൻ ഡോക്ടറാണ്. സോണി എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് ഫയല് അല്ലെങ്കിൽ സിസ്റ്റത്തില് നോക്കി ആ പേര് നോക്കിയിട്ട് സോണി പറ എന്താ വിവരം, എന്തുകൊണ്ടാ നിങ്ങൾ വന്നേ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മ ക്വസ്റ്റ്യൻ ഒരു വ്യക്തിഗതമാക്കല്ലേ? ആണോ? സോണിനോട് നേരിട്ട് എടുത്ത് ചോദിക്കാണ് അല്ലെ? സോണി എന്ത് ചെയ്യും? ഹാപ്പി ആവൂലേ? നമുക്ക് ആ ഒരു ഒരൊറ്റ ക്വസ്റ്റ്യനില് അവിടെ അവര് ഹാപ്പി ആവുകയാണ്. അവരെല്ലാ വിവരങ്ങളും ആ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. ആ ഒരൊറ്റ പേര് വിളിക്കുന്നതിലൂടെ അല്ലെ? അതല്ലെങ്കിൽ എന്താണ് നമ്മ ഒരു ഡോക്ടറുടെ പറയേ എന്താ വന്നേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് പറ്റോ? അതിലും കൂടുതൽ നമുക്ക് ഹാപ്പി ആവുന്നത് എന്താ? നമ്മളെ പേരെടുത്ത് വിളിച്ച് ചോദിക്കുമ്പോ അല്ലെ? ഓക്കെ ആയോ? അതാ അങ്ങനെ നമ്മൾ പേരെടുത്ത് മെൻഷൻ ചെയ്ത് നമ്മുടെ വിവരങ്ങൾ ചോദിക്കുമ്പോ അതെന്താണ്? വ്യക്തിഗതമാക്കുന്നു അല്ലെ? ഓക്കെ. സോണിയന്നെ അല്ല എല്ലാവരോടും പേരെടുത്ത് വിളിച്ചു കഴിഞ്ഞാല് നമ്മൾ ഹാപ്പിയാണ് അല്ലേ? അപ്പൊ ഞാൻ ജസ്റ്റ് സോണിയുടെ പേരാണ് ആദ്യം കണ്ടത്, സോണിനെ വിളിച്ചു. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ, എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസിന് ബോധവൽക്കരണം കൊടുക്കണോ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച്, അവരുടെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച്,
പേഷ്യൻസിന് കൊടുക്കണോ എഡ്യൂക്കേഷൻസ്? വേണ്ടേ? ഇപ്പൊ നോക്കിയേ, റിസീവിംഗ് എ ന്യൂ ഡയഗ്നോസിസ് or an update to an existing one can to fears. ഇപ്പൊ നമുക്ക് നിലവിലുള്ള അസുഖത്തിന് എന്തെങ്കിലും പുതിയ ചികിത്സകൾ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ രോഗനിർണയം നടത്തുന്നത് രോഗികൾക്ക് പേടിയുള്ള കാര്യമാണോ, ഭയമുള്ളതാണോ അവർക്ക്? ആണോ? അല്ലേ? ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറയുന്നതാണ് കേട്ടോ. ചിലർക്ക് ഈ ബയോപ്സി ഒക്കെ ചെയ്തായിട്ടില്ലേ, ബയോപ്സി ചെയ്ത് ചെക്കപ്പ് ടെസ്റ്റിന് വേണ്ടി ആയിട്ടില്ലേ, അതിന്റെ ആ റിസൾട്ട് വരുന്നവരെയും അവരെങ്ങനെയായിരിക്കും, അവരെ മെന്റൽ പേടിയായിരിക്കും അല്ലെ, അവർക്ക് ഭയങ്കര ഫിയർ ആയിരിക്കും. അപ്പൊ എന്താണ്, അതെന്തിനു വേണ്ടിയിട്ടാ? പുതിയ ഡയഗ്നോസിസ് ചെയ്യാനല്ലേ, ആർക്കെങ്കിലും പുതിയ അസുഖമുണ്ടോ അല്ലെ, അപ്പൊ ന്യൂ ഡയഗ്നോസിസ് നടത്തുക, അല്ലെങ്കിൽ എന്താണ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവർക്ക് നിലവിലുള്ള അസുഖങ്ങളിൽ എന്തെങ്കിലും പുതിയ ചികിത്സാ രീതികളെ കൊണ്ടുവരുന്നത് പേഷ്യൻസിന് എന്തുള്ളതായിരിക്കും, ഭയമുള്ളതായിരിക്കും. യൂസ് ഓഫ് നോൺ മെഡിക്കൽ ലാംഗ്വേജ് ആൻഡ് ടീച്ച് ബാക്ക് മെത്തേഡ്സ് ഹെൽപ്പ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, നോൺ മെഡിക്കൽ ലാംഗ്വേജ് അല്ലെ, മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലാണ്ട് പേഷ്യൻസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് ക്ലിയർ ആവില്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിൽ നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ ടീച്ച് ബാക്ക് മെത്തേഡ്സ്. ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഡോക്ടർ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ടെസ്റ്റുകളിൽ നിന്ന് എന്ത് വിവരമാണ് ലഭിച്ചതെന്നുള്ള കാര്യങ്ങൾ ആ പേഷ്യൻസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ പറഞ്ഞു കൊടുത്തതിന് ശേഷം പേഷ്യൻസിന് മനസ്സിലാകിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ആ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് ഉണ്ടാവോ? അതെന്ത് ചെയ്യും, ആ പേഷ്യന്റ് തിരിച്ച് ഡോക്ടറുടെ അടുത്ത് പറയും. ഓക്കെ ആയോ? അപ്പൊ എന്താ, ചിലപ്പോ ഈ പേഷ്യന്റ് കേട്ടതില് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ രീതിയില് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, ചേഞ്ചസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, ഡോക്ടർ അതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നവർക്ക്. അതിനെയാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്, നമുക്ക് കമ്മ്യൂണിക്കേഷൻസ്, ആശയവിനിമയം ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ടും സാധിക്കുന്നു. ആൻഡ് ഇൻക്രീസ് പേഷ്യൻസ് ഗ്രാസ്പിംഗ് ഓഫ് ദെയർ ഹെൽത്ത് കണ്ടീഷൻ. കൂടാതെ എന്താണ്, അവർക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കാനും ഗ്രാസ്പ് ചെയ്യാനും സാധിക്കുന്നു. പ്രൊവൈഡിംഗ് പേഷ്യൻസ് വിത്ത് റിട്ടൺ ഡോക്യുമെന്റേഷൻ ദാറ്റ് ദേ ക്യാൻ ടേക്ക് ഹോം വിത്ത് them is also of importance and will help further lessen feeling of confusion or unease. എന്താണ്, നമ്മ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, അതല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് കൊടുക്കണം. ഹോം വിത്ത് ദം ഓൾസോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ആ റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. ഫോളോ അപ്പ്, അവര് പാലിക്കേണ്ട പരിചരണത്തെ കുറിച്ച്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, തിരിച്ച് അവിടെ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് തരാറുണ്ടോ ഡയറ്റ് കൺട്രോളിനെ കുറിച്ചൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ടോ? കണ്ടിട്ടുണ്ടോ അത്? അപ്പൊ എന്താ അങ്ങനെ, അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാണ് അല്ലെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് അതിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ? അതെന്താണ്, ഇങ്ങനെ റിട്ടൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഡോക്യുമെന്റേഷൻ കൊടുക്കുമ്പോൾ അതെന്താണ്, അവരുടെ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പം കുറയ്ക്കുകയും എന്താണ്, അവർക്കത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? മിസ് എടുത്ത ഭാഗം ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ എന്താണ്, കുറച്ച് റൗണ്ട് ചെയ്ത് അല്ലേ, ചുറ്റി പറഞ്ഞിരിക്കുകയാണ് അല്ലെ.
അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം.